ഒരു ലഹരി പദാർത്ഥവും നിരോധിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറയുമെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഹാൻസിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഹാൻസ് 2011 കേരളത്തിൽ പൂർണ്ണമായിട്ടും നിരോധിക്കുന്നത്. ആ സമയത്ത് ഹാൻസിന് ഏകദേശം 2 രൂപയായിരുന്നു വില. ഇപ്പോൾ നമുക്കറിയാം ഒരു കരിഞ്ചന്തയിൽ ഒരു ഹാൻസ് വേണമെങ്കിൽ 100-150 രൂപ കൊടുക്കണം. ശരിയല്ലേ? പുറം സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും 8 രൂപ 10 രൂപ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10 ഇരട്ടിയോളം വില നിരോധനത്തിന് ശേഷം ചിലപ്പോൾ അതിലും കൂടുതലുമൊക്കെ പേ ചെയ്തിട്ടാണ് ഹാൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ മേടിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിന് നിർമ്മാതാക്കൾക്ക് ഇനിയിപ്പോൾ അത് കരിഞ്ചന്തയിൽ ഇവിടെ എത്തിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ലാഭമാണ്. ഒരു പ്രൊഡക്റ്റ് നിരോധിച്ചുകൊണ്ട് അതിൻ്റെ ഏകദേശം ഒരു 10 ഇരട്ടിയിലേറെ വില കൊടുത്തിട്ടും ആൾക്കാരത് വാങ്ങിക്കുകയാണ്. ശരിയല്ലേ? അതിനർത്ഥം അതിൻ്റെ ഉപയോഗം കുറയുന്നില്ല. ഡിമാൻഡ് കൂടിയതനുസരിച്ചിട്ട് അതിൻ്റെ സപ്ലൈ കൂടി, അതുപോലെ ആ സപ്ലൈ ചെയ്യുന്ന ചെയിൻ വളരെ ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു 2011 തൊട്ട് ഇപ്പോൾ 2025 മുതൽ ഏകദേശം ഒരു 10-15 വർഷത്തോളം ഇത് നിരോധിച്ചതിന് ശേഷം കോടികളുടെ പ്രോഫിറ്റാണ് ഇത് മൂലം ഉണ്ടായിട്ടുള്ളത്. ശരിയല്ലേ? ഇപ്പോൾ മദ്യമാണെങ്കിലും നിരോധിച്ചു കഴിഞ്ഞാൽ സുലഭമായിട്ട് ഇവിടെ കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ ഗുജറാത്തിലെ മദ്യത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ ഹാൻസിൻ്റെയും ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ നിരോധിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളതനുസരിച്ച് അതിൻ്റെ ഉപയോഗം കുറയണില്ല. മറിച്ച് അത് കരിഞ്ചന്തയിൽ മാക്സിമം അത് കൂടുതൽ പ്രോഫിറ്റോടെ നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിരോധിച്ചുകൊണ്ട് മാത്രം ഒരു ലഹരി വസ്തുവും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ സ്വയം അത് വേണ്ടെന്ന് വെച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ.